മനുഷ്യനല്ലാത്ത മുഴുവൻ വസ്തുക്കളും മനുഷ്യനല്ലാത്ത മുഴുവൻ പടപ്പുകളും അള്ളാഹു പടച്ചു കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ടാ? മനുഷ്യന് ഉപകാരമെടുക്കാൻ വേണ്ടിയിട്ടാ, മറ്റാർക്കും വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് പശുവിന്റെയും കന്നുകാലികളുടെയും പേരിൽ മനുഷ്യനെയല്ല കൊല്ലേണ്ടത്, മനുഷ്യനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനെയാണ് നമുക്ക് പാകത്തിനും പാചകത്തിനും ഉപയോഗിക്കാനുള്ളത്. ബുദ്ധിയുള്ള മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതാണ്. 2-3 ദിവസത്തിന് മുമ്പ് പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് വളരെ എന്നെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു. കാരണം ചില അബദ്ധജടിലമായ തിയറികൾ ഈ ലോകത്തിന് വിനാശം വിതക്കുന്ന രൂപത്തിൽ പറയുന്നവർക്കുള്ള ഒരു വായടപ്പൻ മറുപടിയുമായിരുന്നു. എന്താണെന്നറിയുമോ? ഇന്ത്യ മഹാരാജ്യത്തിൽ ലോകത്തിൽ തന്നെ ക്ഷീരോത്പാദനം, പാല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ വളരെ മുൻപന്തിയിലുള്ള സ്ഥാനമാണ് നാം പാർക്കുന്ന ഇന്ത്യ. ധാരാളം ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ ആ പാലുമായി ബന്ധപ്പെട്ട് നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നവരാണ്. പക്ഷേ ഇന്നുവരെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ സമ്പാദിച്ച പണം കൊടുത്ത് വാങ്ങുന്ന പശുവിന്റെ പാലിന്റെ കറവ വറ്റിപ്പോയാൽ അതിന് അറബുകാർക്കോ അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവർക്കോ വിറ്റുകൊണ്ട് അടുത്ത ഒരു കറവ് കിട്ടുന്ന പശുവിന് വാങ്ങുന്ന പതിവായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച വന്നാൽ ഈ ഉപയോഗമില്ലാത്ത പശുവിനെ ഒരു ദിവസം 400-450 രൂപയും മുടക്കിയിട്ട് വളർത്തുന്നതിന്റെ പിന്നിലുള്ള ഉപകാരമെന്താ? കറവ വറ്റിപ്പോയ പശുവിനെ തീറ്റിപ്പോറ്റുന്നതിന്റെ പിന്നിൽ മനുഷ്യന് കിട്ടുന്ന പ്രയോജനമെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഏതൊക്കെ നിലയിലും ചിന്തിച്ചാലും ബുദ്ധിപരമായി ചിന്തിക്കുന്നവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അല്ലാഹു നല്ല സമാധാനാന്തരീക്ഷം നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും അല്ലാഹു നിലനിർത്തി തരുമാറാ.